ഇന്ത്യൻ റെയിൽവേ ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ച കേന്ദ്ര സർക്കാർ. ടിക്കറ്റ് എടുക്കാതെ ഓസിന് യാത്ര ചെയ്യുന്നവർക്കും റെയിൽവേയുടെ നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നവർക്കും ഇരട്ടടിയായി റെയിൽവേയിൽ കേന്ദ്രത്തിന്റെ വക സർജിക്കൽ സ്ട്രൈക്ക്. വെറും 250 രൂപ പിഴയടച്ച് എളുപ്പത്തിൽ ഊരിപ്പോരാമെന്ന് കരുതിയിരുന്നവർക്ക് ഇനിയാണ് യഥാർത്ഥ പണി കിട്ടാൻ പോകുന്നത്. പുതിയ നിയമപ്രകാരം ടിക്കറ്റ് ഇല്ലാതെയുള്ള യാത്രകൾക്കും മറ്റു നിയമലംഘനങ്ങൾക്കുമുള്ള കുറഞ്ഞ പിഴത്തുക റെയിൽവേ ഒറ്റയടിക്ക് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. യാത്രക്കാരുടെ സുരക്ഷയും റെയിൽവേയുടെ അച്ചടക്കവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വമ്പൻ പൊളിച്ചെഴുത്ത്. റെയിൽവേ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം പ്രകാരം ജൻവിശ്വാസ് നിയമം 2026 1989 റെയിൽവേ നിയമത്തിലെ വിവിധ വകുപ്പുകളിൽ വരുത്തിയ ഈ സുപ്രധാന മാറ്റങ്ങൾ ജൂൺ 19 മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇനി മുതൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ 250 രൂപയ്ക്ക് പകരം കുറഞ്ഞത് 500 രൂപ പിഴയായി എണ്ണേണ്ടി വരും. എന്നാൽ ഇത് ടിക്കറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, വനിതകൾക്കായുള്ള കോച്ചുകളിൽ അതിക്രമിച്ച് കയറുന്ന പുരുഷന്മാർക്കും റെയിൽവേ സ്റ്റേഷനിൽ അനധികൃതമായി കച്ചവടം നടത്തുന്നവർക്കും എന്തിന് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെറുതെ കറങ്ങി നടക്കുന്നവർക്കും ഇനി ഈ ഇരട്ടിപ്പണി ഉറപ്പാണ്. ദീർഘകാലമായി റെയിൽവേയിലെ പിഴത്തുകയിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിരുന്നില്ല. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായും തികച്ചും പ്രായോഗികവുമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടുമാണ് ഇപ്പോൾ ഈ കടുത്ത നടപടി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. നിയമങ്ങൾ കർശനമാക്കുന്നതിലൂടെ യാത്രക്കാരിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാനും റെയിൽവേയെ മാലിന്യമുക്തവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു സംവിധാനമാക്കി മാറ്റാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെയും ഇനി മുഖം നോക്കാതെ തന്നെ നടപടി ഉണ്ടാകുമെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുന്നവരോടും നിയമം ലംഘിക്കുന്നവരോടും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ സീറോ ടോളറൻസ് നയമാണ് ഇവിടെ വ്യക്തമാകുന്നത്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള പുതിയ മാറ്റങ്ങളിലൂടെ ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ മാറുമ്പോൾ അവിടെ നിയമലംഘകർക്ക് യാതൊരു സ്ഥാനവുമില്ലെന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഈ നടപടി. ചുരുക്കത്തിൽ ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്തെങ്കിലും വിളച്ചു കറക്കാൻ നോക്കിയാൽ കീശ കാലിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.